നമ്മുടെ മാർവൽ ജീസസ് ആയ ഡെഡ്പൂളിൻ്റെ ഒരു ലവ് സ്റ്റോറിയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോവാം. ഇപ്പോൾ കൊട്ടേഷൻ ജോലിയൊന്നും കിട്ടാത്തതുകൊണ്ട് ഭയങ്കരമായി ബോറടിച്ച് വെറുതെ ഇരിക്കുന്ന ഡെഡ്പൂളിൻ്റെ ബോറടിയെല്ലാം മാറ്റി ഡെഡ്പൂളിനെ ഹാപ്പിയാക്കുവാനായി ആരോ ഒരാൾ ഇപ്പോൾ ഡെഡ്പൂളിനെ കോൺടാക്റ്റ് ചെയ്തിട്ട് ഒരു കൊട്ടേഷൻ ഡെഡ്പൂളിന് നൽകുകയാണ്. അപ്പോൾ തന്നെ ഡെഡ്പൂൾ കുളിച്ച് സുന്ദരനായി വേഷം മാറി ജോലി ചെയ്യുവാനായി പോവുകയാണ്. ഏതോ ഒരു സ്ഥലത്ത് കുറച്ച് ഏലിയൻസിൻ്റെ അറ്റാക്ക് നടക്കുന്നത് കൊണ്ട് ആ ഏലിയൻസിനെ നശിപ്പിച്ച് കളയുവാനുള്ള കൊട്ടേഷനാണ് ഡെഡ്പൂളിന് ഇപ്പോൾ ലഭിച്ചത്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഡെഡ്പൂൾ ആ ഏലിയൻസിൻ്റെ അടുത്ത് ചെന്ന് അവറ്റകളെ കൊല്ലാൻ വേണ്ടി പോയതും പെട്ടെന്ന് അവിടെ ഒരു പെണ്ണ് വന്ന് ആ ഏലിയൻസിനെ അറ്റാക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ആ പെണ്ണിനെ കണ്ടതും അപ്പോൾ തന്നെ ഡെഡ്പൂളിന് ആ പെണ്ണിനെ ഭയങ്കരമായി ഇഷ്ടമാവുകയാണ്. മാത്രമല്ല പെണ്ണ് ആരാണ്, സിംഗിളാണോ എന്താണോ എന്നൊക്കെ അറിയുവാനായി നമ്മുടെ ഡെഡ്പൂൾ വേഗം മാർവൽ കോമിക്സ് എടുത്ത് വായിച്ചു നോക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഡെഡ്പൂളിന് മാർവൽ കോമിക്സിൽ നിന്നും ആ പെണ്ണിൻ്റെ വിവരങ്ങൾ ലഭിക്കുകയാണ്. ആ പുള്ളിക്കാരിയുടെ പേര് ഹിറായ വോഗൽ എന്നാണ്. പുള്ളിക്കാരി നമ്മുടെ ഡെഡ്പൂളിനെ പോലെ തന്നെ ജോലി ചെയ്യുന്ന ഒരാളാണ്. മാത്രമല്ല ഹിറായ ഇപ്പോൾ വന്നിരിക്കുന്നത് ഡെഡ്പൂളിനെ കൊല്ലാൻ വേണ്ടിയാണ്. പക്ഷേ ഡെഡ്പൂൾ അതൊന്നും കാര്യമാക്കി എടുക്കാതെ ഹിറായെ വളയ്ക്കാൻ നോക്കും. പക്ഷേ ഹിറായ ആണെങ്കിൽ ഡെഡ്പൂളിനെ കൊല്ലാനും നോക്കും. എന്നാൽ അതിനിടയിൽ അവിടെയുള്ള ഏലിയൻസിൻ്റെ ശല്യം ഭയങ്കരമായി വലുതായതിനാൽ ഡെഡ്പൂളും ഹിറായയും ഒന്നിച്ച് ആ ഏലിയൻസിനോട് ഫൈറ്റ് ചെയ്യുവാൻ തീരുമാനിക്കുകയാണ്. പക്ഷേ ആ ഏലിയൻസിനോട് ഫൈറ്റ് ചെയ്യുന്ന സമയത്തും ഡെഡ്പൂൾ ഹിറായെ വളയ്ക്കാൻ നോക്കുകയാണ്. അങ്ങനെ നീണ്ട ഒരു ഫൈറ്റിൻ്റെ ഒടുവിൽ ഡെഡ്പൂളും ഹിറായും ആ ഏലിയൻസിനെ എല്ലാം നശിപ്പിച്ച് ഇല്ലാതെയാക്കും. അങ്ങനെ അവസാനം ഇത്രയും നേരം ഒന്നിച്ച് ഫൈറ്റ് ചെയ്തതിൻ്റെ പേരിലും പിന്നെ ഡെഡ്പൂളിൻ്റെ സംസാരമെല്ലാം കേട്ട് ഡെഡ്പൂളിനോട് ചെറിയൊരു ഇഷ്ടം തോന്നിയതുകൊണ്ടും ഡെഡ്പൂളിനെ അറ്റാക്ക് ചെയ്യാതെ ഹിറായ അവിടുന്ന് തിരിച്ചു പോകാൻ തുടങ്ങുകയാണ്. പക്ഷെ നമ്മുടെ ഡെഡ്പൂൾ ആണെങ്കിൽ അവസാനമായി ഹിറായെ ഒരു പ്രത്യേക രീതിയിൽ പ്രൊപ്പോസൽ ചെയ്യുകയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് രണ്ടുപേർക്കും ചുമ്മാ ഒരു രസത്തിന് ഒരു ഫൈറ്റ് നടത്തി കളിച്ചാലോ എന്നും ജയിക്കുന്നയാൾ തോൽക്കുന്നയാളോട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്നും അതിന് നീ തയ്യാറാണോ എന്നും നീ ആലോചിക്കുന്നത് കണ്ടിട്ട് നിനക്ക് സമ്മതമാണെന്നാണ് തനിക്ക് തോന്നുന്നതെന്നും ഡെഡ്പൂൾ ഹിറായയോട് പറഞ്ഞതും അപ്പോൾ തന്നെ ഹിറായ ഫൈറ്റ് ചെയ്യുവാൻ തയ്യാറാകുകയാണ്. അന്നേരം തന്നെ അത് കണ്ടതും വളരെ സന്തോഷത്തിൽ നമ്മളെ എല്ലാവരെയും ഡെഡ്പൂൾ നാളെ നടക്കാൻ പോകുന്ന പുള്ളിക്കാരൻ്റെ കല്യാണത്തിന് ക്ഷണിക്കുകയാണ്. അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു.